ചേടാ ഇവനെന്താ എടുക്കാത്തെ? ആ എടുത്തു. ഹലോ കുട്ടപ്പ. എന്താടാ സോമ, നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതാ എന്നെ കുട്ടപ്പാന്ന് വിളിക്കരുത്. കോൾ മീ കുട്ടാ. കുട്ടയാ? എന്നെ കുട്ടാന്ന് വിളിക്കാൻ. ആ ബെസ്റ്റ്, കുട്ടാന്ന് വിളിക്കാൻ പറ്റിയ സാധനം. അല്ല നീ എന്തിനാ എന്നിപ്പോ ഫോൺ വിളിച്ചേ? നിന്നോട് അന്ന് എനിക്കൊരു 1,00,000 രൂപ കിട്ടിയ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞു. പക്ഷെ ആ പൈസ നിന്റെ കയ്യിലില്ലല്ലോ, അന്ന് തന്നെ അത് പോയില്ലേ? ആ അതെല്ലാം അന്ന് തന്നെ പോയി. പക്ഷെ അത് പോകാൻ കാരണക്കാരായ 2 കുട്ടികളെ ഞാൻ ഇന്ന് കണ്ടു. ഏത്? ആ പൈസയുള്ള വെച്ചോ? അല്ലടാ, വേറെ 2 എണ്ണം. ആ അതിനെന്ന് വേണ്ടേ? നീ ഇന്ന് രാത്രി ഇവരുടെ വീട്ടിൽ കയറണം. ഓ യു മീൻ മോഷണം? ആ അതന്നെ. ഓ പിന്നെന്താ, തീർച്ചയായും. ഞാനിപ്പോ വീടിന്റെ മുന്നിലുണ്ട്, നിനക്ക് ലൊക്കേഷൻ അയക്കാം. നീ ഇപ്പൊ തന്നെ ഇങ്ങ് പോര്. ഏ ഇപ്പഴേ ഒന്ന് മോഷ്ടിക്കണോ? അല്ലടാ പൊട്ടാ, നിനക്ക് വീടൊക്കെ ഒന്ന് കണ്ടുവെക്കണ്ടേ? ഓ അതിനോ? ആ അതിനെന്നെ. ഞാനിപ്പം ലൊക്കേഷൻ അയക്കാം. ആ എന്നാ വേഗം അയച്ചോ, ഞാൻ വേഗം തന്നെ വരാം. ആടാ ശരി. ഈ കുട്ടപ്പൻ ഇതെവിടെ പോയി കിടക്കുക? മഴയും പെയ്യുന്നു. ആ വരുന്നുണ്ടല്ലോ. സോമ, ഇതാണ് നീ പറഞ്ഞ വീട്? ആടാ ഇത് തന്നെ വീട്. ആ കൊള്ളാലോ, നല്ല സൂപ്പർ വീട്. നീ ഈ വീട് വാങ്ങാൻ വന്നിയല്ല, മോഷ്ടിക്കാൻ വന്നിയാ, അത് മറക്കണ്ട. വീടെല്ലാം ഞാൻ കണ്ടു. ഇന്ന് രാത്രി വന്നാ പോരെ? ആ നീ രാത്രി വന്നാ മതി, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. അതെന്താ നീ ഇല്ലാത്ത? എനിക്ക് രാത്രി ആകുമ്പോഴേക്ക് നല്ല പനിയുണ്ടാവും. എന്തേ, നിനക്കിപ്പോ പനിയുണ്ടോ? നിന്നെ കാത്ത അരമണിക്കൂറോളായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അതും ഈ മഴയത്ത്. അതുകൊണ്ട് എന്തായാലും എനിക്കിന്ന് രാത്രി പനിയായിരിക്കും. അപ്പൊ നീ ഇന്ന് രാത്രി വരില്ലേ? ഇല്ലടാ, ആ പിള്ളേർക്ക് എന്നെ അറിയാം. മാത്രമല്ല എനിക്ക് എന്നെ നാവ് വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നല്ലാണ്ട് മോഷ്ടിക്കാൻ അറിയില്ലല്ലോ. അതിൽ നീയല്ലേ എക്സ്പേർട്ട്. അത് നീ പറഞ്ഞ ശരിയാ. ഹച്ച് ഹച്ച്. ആ ജലദോഷവും പിടിച്ച്. വാ നമുക്ക് എന്റെ വീട്ടിൽ പോകാം, എന്നിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്യാം എന്തൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പിന്നെ നിന്നെ പോലീസ് എങ്ങാനും പിടിച്ചാൽ എന്റെ പേര് പറയാൻ പാടില്ല. നീ എന്നെ പറ്റിയിട്ട് അങ്ങനെയാണ് വിചാരിച്ചേ? അല്ല, ഇനി പോലീസിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിക്കഴിഞ്ഞാല് 2 ഇടിയെല്ലാം ഇടിക്കുമ്പോ നീ എന്റെ പേര് പറഞ്ഞാലോ? നീ ഇങ്ങനെയാണോ ഈ കുട്ടനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ആരെ പറ്റിയിട്ട്? എടാ ഈ ഞാൻ, എന്നെ പറ്റിയിട്ട്. അല്ലടാ, നിനക്കെന്താ ഈ പോത്തോലെയായപ്പോ കുട്ടാന്ന് വിളിക്കാൻ താല്പര്യോ? ഇത്രയും നാളെ നീ കുട്ടപ്പനായിരുന്നല്ലോ. ഞാൻ മടുത്തടാ. ഈ കുഞ്ഞു കുട്ടികൾ വരെ എന്നെ കുട്ടപ്പ കുട്ടപ്പ എന്ന് വിളിച്ച് കളിയാക്കുന്നു. അംഗൻവാടി പോകുന്ന പിള്ളേര് വരെ എന്നെ സുന്ദര കുട്ടപ്പ എന്നല്ല വിളിച്ച് കളിയാക്കുന്നു. ഇനി കുളി കഴിഞ്ഞിറങ്ങിയാലോ, കുളിച്ച് കുട്ടപ്പനായാലോ എന്നൊരു പറച്ചിലു. എങ്ങോട്ടെങ്കിലും ഒന്ന് മെനക്കൊന്ന് പോവാന്ന് വിചാരിച്ചാലോ, അപ്പൊ പറയും ആ നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലോ. മടുത്തടാ, ഞാൻ മടുത്ത്. അതുകൊണ്ട് ഞാൻ എന്റെ പേരങ്ങ് ചുരുക്കി കുട്ടനാക്കി. ആ ബെസ്റ്റ്. കുട്ടനാകുമ്പോ പിന്നെ ആരും കളിയാക്കൂലല്ലോ.